വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. അയാളുടെ പുരയിടത്തിന്റെ പ്രമാണം മാത്രമല്ല, പാർവതിയിൽ രുദ്രപ്രതാപന് സ്വന്തമെന്ന് അയാൾ സമ്മതിക്കുന്ന സമ്മതപത്രം കൂടിയാ. May I come in? ഇതെന്താ പുതിയൊരു പരിപാടി? പെർമിഷൻ ചോദിക്കലൊക്കെ. കമ്മിങ് മുക്ത. എനിക്ക് കൈലാസിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വീണ്ടും പുതിയ പരിപാടി. മുഖപൂര. ആദ്യം നീ ഇരിക്കേ, എന്നിട്ട് ചോദിക്കാൻ വന്നത് ചോദിക്കേ. ഞാനും കരുണാകരൻ സാറും കൂടിയാ പ്രിയനെ പോലീസിൽ ഏൽപ്പിച്ചത്. പക്ഷേ കൈലാസ് അയാളെ റിലീസ് ചെയ്യിപ്പിച്ചു, എന്നോടൊരു വാക്ക് പോലും പറയാതെ. ഇപ്പതേ അയാളെ ജോലിയിൽ തിരിച്ചെടുത്തിരിക്കുന്നു. അതും ഞാൻ അറിയേണ്ടതാണോ? അതിനെക്കുറിച്ച് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ കൈലാസ്? ഈ കമ്പനിയിലെ ഏറ്റവും ബിസിയസ്റ്റ് പേഴ്സൺ ആരാ? നീ. ഞാൻ കാണുമ്പോഴെല്ലാം നീ ഓരോരോ തിരക്കില. ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാൻ സമയമില്ലാത്ത നിന്നെ ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ നിന്നെ അതില് ഇൻവോൾവ് ചെയ്യിക്കായിരുന്നേ. ഇതൊരു നിസ്സാര കാര്യമല്ല കൈലാസ്. ഈ ഗാർമെന്റ്സിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണ് പ്രിയൻ. കമ്മീഷണറെ വിളിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ആ സംഭവം ആരും അറിയാതിരുന്നത്. മുക്ത പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ ഗാർമെന്റ്സിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് ഇവിടെ നടന്നത്. പക്ഷേ അത് ചെയ്തത് പ്രിയനല്ല. അത് കൈലാസിന് എങ്ങനെ അറിയാം? എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇതിൽ ഇടപെട്ടത്. പ്രിയനല്ലെങ്കിൽ പിന്നെ ആരാ? അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇതെന്താ കൈലാസ്? ഓരോ ട്രിപ്പ് പോയി വരുമ്പോഴും ഞാൻ ഓരോ ഗിഫ്റ്റ് കൊണ്ടുവരാറില്ലേ? പക്ഷേ എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല ഇത്. ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാ. അത്ര സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെങ്കിൽ തന്നോളൂ. ആദ്യം കണ്ണടക്കേ. ഇനി കണ്ണുറന്നോളൂ. കൈലാസ്, ഇതാണ് നിനക്കുള്ള ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോ സ്പെഷ്യലായ ആൾക്ക് വേണ്ടേ കൊടുക്കാൻ. ഇത് ഞാൻ അയാൾക്ക് കൊടുത്തിട്ട് വരാം. എന്നെക്കാൾ സ്പെഷ്യലായ ഒരാള് ഇവിടെ. എന്താ സാർ? എന്റെ ക്യാബിനിലെ ഡെമോ പീസൊക്കെ മാറ്റി കുറച്ച് പുതിയ ഐറ്റം. ശരി സാർ. ഇയാള് പോയി കടുപ്പത്തിൽ നല്ലൊരു ചായ ഇടും. ശരി സാർ. പാർവതി, ഗുഡ് ബൈ. കർണാടക സാർ. വരൂ സാർ. സാർ, ഞാനൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോവാ. ക്ലയൻറ്റിനെ കാണിക്കാൻ എനിക്കൊരു ഷർട്ട് വേണം. നല്ല വൃത്തിയായിട്ട് അയൺ ചെയ്തൊരു പീസ്. അയൺ ചെയ്ത് വെച്ച ഷർട്ടുകൾ ഇവിടെ ഉണ്ട് സാർ. 3-4 ഞാൻ എടുത്തിട്ട് വരാം. സാറിന് ഇഷ്ടപ്പെട്ടത് സാർ കൊണ്ടുപോയിക്കോളൂ. നേരത്തെ അയൺ ചെയ്ത് വെച്ചൊന്നും വേണ്ട, ഫ്രഷ് ആയി അയൺ ചെയ്തത് വേണം. അയ്യോ, ആഴ്ചയിൽ 3 ദിവസമാണ് അയൺ വർക്ക്. ഇന്നില്ല. അതുകൊണ്ട് ആ സെക്ഷനിൽ ആളില്ല. ഒരു ഷർട്ട് അയൺ ചെയ്യാൻ ആ സെക്ഷനിലെ ആൾ തന്നെ വേണോ? ആരെങ്കിലും പോരെ? അത് ഒരു പാർവതി എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ ഇവിടെ, അവളോട് പറയേ.
അവള് ചെയ്തു തരും. അതൊരു പട്ടികാട്ടുകാരിയാണ് സാർ. മണ്ണും പിണ്ണാക്കും തിരിച്ചറിയാത്തവള്. മണ്ണും പിണ്ണാക്കും അറിയാത്തവരെയാണോ ഓഫീസിൽ ജോലിക്ക് വെച്ചിരിക്കുന്നത്? ഷർട്ട് അയൺ ചെയ്യാൻ അറിയാമോ എന്ന് അവളോട് ചോദിക്കേ. ശരി സാർ. പാർവതി, നിനക്ക് ഷർട്ട് അയൺ ചെയ്യാൻ അറിയോ? എന്താ സർ? ഷർട്ട് ഇസ്തിരിടാൻ അറിയോന്ന്? അറിയാം സർ. എങ്കിൽ അതിൽ നല്ലൊരു ഷർട്ട് എടുത്ത് നന്നായി ഇസ്തിരിയിട്ട് അരവിന്ദ് സാറിന് കൊടുക്ക്. ശരി സർ. കുറച്ച് അർജന്റാണ്, പെട്ടെന്ന് വേണം. ശരി സർ. പാർവതി, ഇവനെന്തിന് ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇവിടെ വരൂ. എന്താ സർ? ദിസ് ഈസ് ഫോർ യു. ഇത് നിനക്കാണെന്ന്. ഇതെന്താ സർ? ഞാനൊരു ചെറിയ ട്രിപ്പ് പോയിരുന്നു, അപ്പൊ നിന്നെ ഓർമ്മ വന്നു. നിനക്ക് വേണ്ടി അവിടുന്ന് വാങ്ങിയതാ. അയ്യോ, എന്തിനാ സർ ഇതൊക്കെ? നിനക്കല്ലാതെ ഞാനിത് വേറെ ആർക്കാ കൊടുക്കാൻ? നമ്മുടെ കമ്പനിയെ മറയാക്കി ഡ്രഗ്സ് കടത്തുന്നത് വെളിച്ചത്തുണ്ടെന്ന് നീയല്ലേ? നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഗവൺമെന്റ് ഒരുപക്ഷെ ഈ കമ്പനി പൂട്ടി സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോ നിനക്കല്ലാതെ വേറെ ആർക്കാ ഇത് സ്വീകരിക്കാനുള്ള അർഹത? എനിക്കിതൊന്നും വേണ്ട സർ. സാറ് എനിക്കും എന്റെ കൂട്ടുകാരികൾക്കും വിരുന്ന് തന്നില്ലേ, അതന്നെ ധാരാളം. ഇത് എന്റെ നന്ദിയാണ്, എന്റെ സ്നേഹമാണ്. ഇത് നീ വാങ്ങിയില്ലെങ്കിൽ എന്റെ മനസ്സ് നീ തിരിച്ചറിയുന്നില്ലെന്ന അർത്ഥം. എന്റെ മനസ്സ് നിറയെ നിന്നോടുള്ള നന്ദിയാ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്ലീസ് പാർവതി.